ഒരിക്കൽ ഒരു സഹോദരി എന്നോട് ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു. ഞാൻ വീടിൻ്റെ മുകളിൽ കയറിയിട്ട്, അതായത് ടെറസിൽ കയറിയിട്ട് താഴേക്ക് ചാടുവാൻ, ജീവിതം അത്രമാത്രം ദുസ്സഹം, താഴേക്ക് ചാടുവാനായിട്ട് ഒരു കാല് ഉയർത്തി, താഴേക്ക് ചാടാനായിട്ട് ഇങ്ങനെ എന്താണ് ആക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ ചാടുന്ന രീതിയിൽ ഒരു കാല് ഉയർത്തി അടുത്ത സെക്കൻഡിൽ താൻ താഴേക്ക് ചാടി മരിക്കാൻ പോവുകയാണ്. പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെ ഫോൺ വിളി തനിക്ക് വരുന്നത്. അപ്പോൾ ഇടത്ത് ഫോൺ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഫോണുണ്ട്, ആ ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. അതായത് രണ്ടാമത്തെ കാൽ ഉയർത്തുന്നതിന് മുമ്പ് ഈ ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്ന് നോക്കിയത് ആരാണ് നോക്കിയപ്പോൾ എന്താണ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് വിളിക്കുന്നത്. അപ്പോൾ അത് വിളിച്ചു. അപ്പോൾ ചോദിച്ചു ഹലോ എന്ന് പറഞ്ഞു. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മറുതലയ്ക്കുന്നൊരു സ്വരം, വേറെ ഒന്നും പറഞ്ഞില്ല. മനുഷ്യർക്ക് സഹിപ്പാൻ കഴിയാത്ത ശോധന ഇല്ല എന്നാണ് ആ വചനം. കാരണം നമുക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷ ദൈവം തരുന്നില്ല. യേശുക്രിസ്തുവിൽ എന്താണ്, ആ പരീക്ഷയ്ക്ക് പോംവഴിയുമുണ്ട് എന്ന് മാത്രം മനുഷ്യൻ പറഞ്ഞു. എന്താണ് പറഞ്ഞതറിയാമോ? മനുഷ്യർക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു പരീക്ഷയും ദൈവം കൊടുക്കത്തില്ല, പരീക്ഷയോടുകൂടി ദൈവം പോക്കുവഴിയും കൊടുക്കുമെന്ന് ഒരു വേറെ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ആ ഫോൺ കട്ട് ചെയ്തു. ആ ഒറ്റ സെക്കൻഡിലെ വാക്കുകൊണ്ട് ആ സഹോദരി ആത്മഹത്യ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എന്താണ്, ആ സഹോദരി ക്രിസ്തുവിലേക്ക് വരുവാനില്ല. എന്നാൽ അന്ന് ആ സഹോദരി ക്രിസ്തുവിലായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇന്ന് ക്രിസ്തുവിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ക്രിസ്തുവിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നോക്ക് പ്രിയപ്പെട്ട, ഒരു വാക്ക് മതി, ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി, ഒരു വചനം മതി ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ. അപ്പോൾ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കേൾവി ആ സഹോദരി എന്താണ് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു.